ടി.ജി. മോഹൻദാസിന് കനത്ത ചുട്ട മറുപടിയുമായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഞാനിന്ന് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിൻ്റെ നീളം വളരെ കൂടുതലായതുകൊണ്ട് അത്രയും നമുക്ക് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതേ വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇടുന്നത്. ഇത് എല്ലാവരും അറിയണം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇത് പറയേണ്ടത് നമ്മളുടെ എല്ലാ ആവശ്യമാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും അറിയേണ്ട ഒരു ആവശ്യവും ഓരോരുത്തരും പ്രതികരിക്കേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഈ വീഡിയോ ഇടുന്നത്. അതായത് ശ്രീ മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം എന്താണ് RSSന്റെ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പോർട്ടലിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം കർഫ്യൂ പ്രഖ്യാപിക്കും, എന്നിട്ട് ഈ ചെറുപ്പക്കാരെ എല്ലാം അങ്ങ് വെടിവെച്ച് അങ്ങ് കൊന്നുകളയും. ചിലതൊക്കെ കയ്യും കാലും ഒടിയും, ചിലതൊക്കെ എൻ്റെ ദൈവമേ, ശ്രീ മോഹൻദാസ്, താങ്കൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഒരു കാലത്തും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും താങ്കളോ താങ്കളുടെ കുടുംബത്തിലുള്ള ആരുമോ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ താങ്കളുടെ ചിന്താഗതി ഉള്ളവർ പോലും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് അവിടുത്തെ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ റേപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് എന്ന്. ആരാണ് താങ്കളോട് അത് പറഞ്ഞത്? അവർക്ക് റേപ്പ്, സർ, ഈ റേപ്പ് എന്ന് പറയുന്നതിൻ്റെ, താങ്കളെ ഞാൻ സാറെന്ന് വിളിക്കുമ്പോൾ എൻ്റെ യൂട്യൂബിൽ താഴെ ഒരാൾ വന്ന് ചോദിച്ചു, ചേച്ചി എന്തിനാ ചേച്ചി ഇയാളെയൊക്കെ കയറി സാറെന്ന് വിളിക്കുന്നത്? അതെൻ്റെ മര്യാദ, എൻ്റെ സംസ്കാരമാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ വിളിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വീട്ടില് ശ്രീ മോഹൻദാസ്, താങ്കളുടെ വീട്ടില് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. താങ്കൾ സ്ത്രീകളില്ലാത്ത ഒരു വീട്ടിലൊന്നും ആയിരിക്കില്ല. എന്തായാലും താങ്കളെ ഒരമ്മയാണല്ലോ പ്രസവിച്ചത്. എന്തായാലും അച്ഛൻ പ്രസവിക്കാൻ വഴിയില്ല, ഒരമ്മ പ്രസവിച്ച. ഇനി കൂടെ സഹോദരികൾ ഉണ്ടോ എന്നറിയില്ല. താങ്കൾക്ക് പെൺമക്കൾ ഉണ്ടോ എന്നറിയില്ല. താങ്കൾക്ക് അമ്മായിമാര്, കുഞ്ഞമ്മമാര്, ഇങ്ങനെ ബന്ധത്തിൽ സ്ത്രീകൾ എല്ലാവരും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അവരോടെല്ലാം താങ്കൾ ഇങ്ങനെ സംസാരിക്കുമോ? അതായത് അവരുടെ അഭിപ്രായം, ആ വീട്ടിൽ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ താങ്കളോട് അവരുടെ അഭിപ്രായം, അത് എതിരഭിപ്രായം പറഞ്ഞാൽ താങ്കൾ അവരെല്ലാം ബലാത്സംഗം ചെയ്യുമോ? അതോ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുമോ? എങ്ങനെയാണ് സാർ? എന്നിട്ട് സാറ് പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ അടിവസ്ത്രം പോലും ഇടാതെ. സാർ കണ്ടോ? സാറിന് വയസ്സെത്രയുണ്ട് സാർ? സാർ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റമെത്തി. താങ്കൾക്ക് എന്തായാലും ഒരു 70 വയസ്സിന് മുകളിലൊക്കെ ഉണ്ടാവാനാണ് സാധ്യത, അല്ലേ? ആ താങ്കളുടെ നോട്ടം എങ്ങോട്ടാണ് ഈ പോകുന്നത്? പെൺകുട്ടികളുടെ അടിവസ്ത്രത്തിനുള്ളിലേക്കാണോ സാർ താങ്കൾ പോകുന്നത്? അയ്യേ സാർ, സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ക്യാമറ മുകളിൽ നിന്ന് വെക്കൂ, മറ്റത് അവര് കുനിയും. നമുക്ക് ഒരു തരം ഒരു അറപ്പില്ലേ? ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ. താങ്കൾ ഒരു വൃദ്ധനാണ്, ശരിക്കും ഒരു പടുവൃദ്ധനാണ് താങ്കൾ. ആ പടുവൃദ്ധനായ ഒരു മനുഷ്യൻ ഇരുന്ന് സംസാരിക്കുന്നത് എന്ത് തരം ഭാഷയാണ് ശ്രീ മോഹൻദാസ്? കഷ്ടം തോന്നുന്നു, ലജ്ജ തോന്നുന്നു സാർ, ലജ്ജ തോന്നുന്നു ഞങ്ങൾക്ക്. അപ്പൊ താങ്കളുടെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥയോ? ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ 3 വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ താഴെ വന്ന് പലരും ചോദിക്കും, അപ്പോ പ്രധാനമന്ത്രിയെ ജാൻമണി അങ്ങനെ പറഞ്ഞല്ലോ. ജാൻമണി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ജാൻമണി അങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തെ വിമർശിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത്
പൊതുപ്രവർത്തകരാണെങ്കിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. മാന്യമായ ഭാഷയിൽ റെസ്പെക്റ്റ് കൈവിടാതെ വേണം ഓരോരുത്തരെയും വിമർശിക്കാൻ. ആ നിലയ്ക്ക് ജാൻമണി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ആ ജാൻമണിക്കെതിരെ പ്രതികരിക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇന്ത്യ ഒട്ടാകെ അവർക്കെതിരെ കേസ് കൊടുത്തു. അവരുടെ വീഡിയോയിൽ കൂടെ അവർ എല്ലാവരോടും വളരെ പബ്ലിക്കായിട്ട് അവർ മാപ്പും പറഞ്ഞു. പക്ഷേ അതിലും മ്ലേച്ഛമായ, അതിലും കീഴ്ത്തരമായ, നീചമായ പ്രസ്താവന നടത്തിയ ശ്രീ മോഹൻദാസ്, താങ്കൾക്കെതിരെയും ഇതേപോലെ ഇന്ത്യ ഒട്ടാകെ കേസ് കൊടുക്കേണ്ടതല്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതല്ലാതെ ഒരു സ്ത്രീയെ പറയുമ്പോൾ മറ്റുള്ള അത് അവരെയല്ലേ പറഞ്ഞ എന്ന് പറയുന്ന, അത് ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പൊതുബോധമുള്ളവർക്ക് അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ആ പ്രസ്താവന തീർച്ചയായിട്ടും താങ്കൾ പൊതുസമൂഹത്തോട് അതിന് മാപ്പ് പറയുക തന്നെ വേണം. മാത്രമല്ല, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, ഇവരൊക്കെ ഇല്ലേ? ഇവർക്കൊന്നും ഇതിനൊന്നും പ്രതികരിക്കാനില്ലേ? സ്വമേധയാ ചില ഇതിലൊക്കെ കോടതികൾ കേസെടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കോടതികൾ സ്വമേധയാ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്? ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിന്റെ ഒരു ധൈര്യം എന്താണെന്നറിയോ? അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന ധൈര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് അനുവദിച്ചു തരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് സാർ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ അയക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എവിടെ നോക്കിയിട്ടും പ്രധാനമന്ത്രിക്ക് മെയിൽ ഐ ഡി ഇല്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റോ പോർട്ടലോ എവിടെയോ ഇടണം. ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കി. അപ്പം അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് രാവിലെ മലയാളത്തിൽ അങ്ങനെ മലയാളത്തിൽ പറയുന്നൊന്നും അവിടെ എത്താനൊന്നും പോകുന്നില്ല. എങ്കിലും നമ്മുടെ പ്രതിഷേധം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തിനാണെങ്കിലും ഞാൻ പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. തീർച്ചയായിട്ടും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷേ ഞാനൊരു പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആരെക്കുറിച്ചും വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വടക്കാഞ്ചേരിയിലുള്ള ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ, അത് അന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളായിട്ട് പോലും, ഇടതുപക്ഷ ഒരു കൗൺസിലറായിട്ട് പോലും ഞാൻ അയാൾക്കെതിരെ ആ പെൺകുട്ടിയോടൊപ്പം നിന്ന് സംസാരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇത് സംസാരിക്കുന്നത് ഒരു പാർട്ടിയുടെയും ആളായിട്ടല്ല. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ BJP അങ്ങനെ ഒന്നുമല്ലാതെ ഈ രാജ്യത്ത് മനസമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ ഒരാളായിട്ടാണ് ഈ സംസാരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുകൂടി പറയുമ്പോൾ ഞങ്ങൾക്ക് ശ്രീ മോഹൻദാസിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നല്ല ഭയമുണ്ട്. അതായത് നിങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്നവരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ബലാത്സംഗം ചെയ്യും. അങ്ങനെ ബലാത്സംഗം ചെയ്ത് വെറുതെ ഇരിക്കാൻ പറ്റുമോ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സാറിന് എന്തായാലും ആരെയും ബലാത്സംഗം ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ വല്ല കൊട്ടേഷൻ കൊടുക്കുമായിരിക്കാം അല്ലേ? സാർ, നാഴിക്ക് 40 വട്ടം സംഘപരിവാർ എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും ഭാരത സംസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഇതാണോ സാർ ഭാരത സംസ്കാരം? ഈ ഭാഷയാണോ ഭാരത സംസ്കാരം? ഒന്ന് ആലോചിക്കൂ. ഈ ജാൻമണിക്കെതിരെ ഇതുപോലെ കേസ് കൊടുത്തതുപോലെ നമുക്കും ഇതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് കൊടുക്കാൻ സാധിക്കും. ഞങ്ങളും വെറുതെ ഇരിക്കുമെന്ന് സാർ വിചാരിക്കേണ്ട. എന്ന് വെച്ചാൽ ഇത് കേട്ടുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു സഹോദരനും ഒരു അച്ഛനും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സാറിനോട് ഞങ്ങൾക്ക് കുറെ വാർണിംഗ് തരുന്നുണ്ട്. അതേ വാർണിംഗ് ഞങ്ങൾ തിരിച്ചും സാറിനോട് പറയുകയാണ്.
ഈ സർ 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 എന്ന് ഞാൻ വിളിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മിസ്റ്റർ മോഹൻദാസ് എന്നൊക്കെ പറയാൻ താങ്കൾ നല്ല പ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ അങ്ങനെ അഭിസംബോധന ചെയ്യാത്തത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ മീഡിയ വണ്ണിന്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, എറണാകുളത്താണെന്ന് തോന്നുന്നു. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ചൊക്കെ അവിടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്.